തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. 29 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവം. തുവക്കാട് പോതന്നൂരിൽ നിന്ന് ജാറത്തിലെത്തിയ പെട്ടിവരവിൽ ഉണ്ടായിരുന്ന പോക്കാട് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഈ വരവിൽ 5 ആനകൾ ഉണ്ടായിരുന്നു. ജാറം മൈതാനത്തെത്തിയ വരവിൽ നിന്ന് ശ്രീകുട്ടൻ എന്ന ആന പൊടുന്നനെ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. തുടർന്ന് മതമിളകിയ ആന ഒരാളെ തൂക്കിയെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. ഇയാളെ ഗുരുതര പരിക്കുകളോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇയാൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആന മുന്നോട്ട് കുതിക്കുന്നതിനിടയിലാണ് മറ്റുള്ളവർക്ക് പരിക്ക് പറ്റിയത്. തിക്കിലും തിരക്കിലും പെട്ടാണ് പരിക്കേറ്റത്. ഇവരെ തിരൂർ അന്നാരയിലെയും ആലത്തിയൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉടനെ മറ്റു ആനകളെ സ്ഥലത്തു നിന്ന് മാറ്റിയിരുന്നു. ആന ഇടഞ്ഞതോടെ പാപ്പാന്മാർ മറ്റു ആനകളെ പ്രദേശത്ത് നിന്ന് മാറ്റിയതോടെ വലിയ അപകടം ഒഴിവായി. 8 ദിവസമായി തുടരുന്ന നേർച്ചയുടെ സമാപനത്തിലാണ് ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആനയെ പാപ്പാൻ തളച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസും വനം വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തിരൂർ.